ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമകളിലെ നാലാമത്തെ സിനിമയായ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ആണ്. മെയ്സ് റണ്ണർ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത വെസ് വാൾ ആണ് ഈ പുതിയ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രധാന ക്വസ്റ്റ്യൻ, ഈ സിനിമയ്ക്ക് ഇതിനു മുൻപ് ഇറങ്ങിയ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമകളുമായിട്ട് കണക്ഷൻ ഉണ്ടോ? അഫ്കോഴ്സ് ഉണ്ട്, പക്ഷേ ഇതൊരു ഡയറക്റ്റ് സീക്വൽ അല്ല. വാർ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമകളിലെ സംഭവങ്ങൾക്ക് ശേഷം ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയിലെ സംഭവങ്ങൾ നടക്കുന്നത്. ആൻഡി സർക്കിസ് അഭിനയിച്ച സീസർ കഥയിൽ ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇവിടെ കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ കഥയിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന തരത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഫിലോസഫിയെ. പുതിയ കാലഘട്ടം ആയതുകൊണ്ട് നോ എന്ന പുതിയ ക്യാരക്ടറിലൂടെയാണ് കഥ മുൻപോട്ട് പോകുന്നത്. അയാളും അയാളുടെ ട്രൈബുമാണ് ഇവിടെ കഥയുടെ മെയിൻ ഫോക്കസ്. നോയയുടെ ട്രൈബിനെ മറ്റൊരു ട്രൈബ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. നോയയുടെ വേണ്ടപ്പെട്ടവരെല്ലാം ആ ട്രൈബിലുള്ളവർ തട്ടിക്കൊണ്ടുപോയി അടിമകളാക്കുന്നു. ആ ട്രൈബിന്റെ ലീഡറാണ് പ്രോക്സിമസ് സീസർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സീസറിന്റെ പിൻഗാമി താനാണെന്ന് സ്വയം വിചാരിക്കുന്ന ആളാണ് പ്രോക്സിമസ്. സീസറിന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ച് അത് വെച്ച് ബാക്കി ഏപ്പുകളെ അടിമകളാക്കി മുതലെടുക്കുന്ന ഒരു ഡിക്റ്റേറ്റർ കൂടിയാണ് ഇയാൾ. നോയ തന്റെ വേണ്ടപ്പെട്ടവരെ പ്രോക്സിമസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ 200 വർഷങ്ങൾക്ക് അപ്പുറം മനുഷ്യർ പൂർണ്ണമായി ഇല്ലാതായി എന്ന് വിശ്വസിച്ചിരുന്ന ഏപ്പുകൾക്ക് മുന്നിലേക്ക് മേ എന്ന പെൺകുട്ടി വരുന്നു. തന്റെ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും താൻ പരിചയപ്പെടുന്നവരും മേ എന്ന ഹ്യൂമൻ പിന്നെ എങ്ങനെയാണ് കഥയിലെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആകുന്നത് എന്നതാണ് ബാക്കിയുള്ള കഥ. നോയ എന്ന ഏപ്പിന്റെ ക്യാരക്ടർ നന്നായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ആ ട്രൈബിലൊരു ലീഡറിന്റെ മകൻ എന്നതിൽ നിന്ന് മാറി പിന്നീട് അവസാനം ആ ട്രൈബിനെ നയിക്കുന്ന ലീഡറായി മാറുന്ന ആ ഒരു ക്യാരക്ടർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. വിച്ചർ സീരീസിലൊക്കെ അഭിനയിച്ച ഫ്രയ ആലനാണ് മേ എന്ന പെൺകുട്ടിയുടെ വേഷത്തിൽ വരുന്നത്. ഈ 200 വർഷങ്ങൾക്കിടയിൽ ലോകത്തിന് എന്തെല്ലാം മാറ്റം സംഭവിച്ചു എന്നുള്ളത് വിഷ്വലി പല എലമെന്റ്സിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫിലിമിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിന്റെ VFXും മോഷൻ ക്യാപ്ചർ ടെക്നോളജിയും തന്നെയാണ്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വളരെ ചെറിയ ഇമോഷൻസ് വരെ ഭംഗിയായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സെറ്റ് ഡിസൈനും ആർട്ട് വർക്കും അതുപോലെ അപ്രിസിയേഷൻ കിട്ടേണ്ട എലമെന്റ്സ് ആണ്. 200 വർഷങ്ങൾക്ക് ശേഷമാണ് കഥ എന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ആ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകം അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ആക്ഷൻ സീൻസ് എല്ലാം ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിലെ ഒരു മിലിറ്ററി ബേസിൽ വെച്ചുള്ള ഒരു ആക്ഷൻ സീൻ. സിനിമയുടെ ഒരു പോയിന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൺഫ്യൂഷൻ വരും, ഈ മെയിൻ്റെ കഥയ്ക്കാണോ ഫോക്കസ് കൊടുക്കുന്നത് അതോ നോവ തന്റെ ട്രൈബിലുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കഥയ്ക്കാണോ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന്. ആ രീതിയിലൊരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ, അതായത് അവരുടെ യാത്രയൊക്കെ കാണിക്കുന്ന പോർഷൻസ് ഒക്കെ ഡ്രാഗ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. 2 പ്രധാന ആക്ഷൻ സീക്വൻസുകൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടെങ്കിലും ഈ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. സെക്കൻഡ് ഹാഫിൽ, അതായത് പ്രോക്സിമസ് സീസർ എന്ന ഏപ്പ് ഡിക്റ്റേറ്ററിന്റെ കിങ്ഡം എത്തുമ്പോഴാണ് ശരിക്കും സിനിമ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. പ്രോക്സിമസിന്റെ യഥാർത്ഥ ഉദ്ദേശവും മനുഷ്യരും ഏപ്പും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ആ ഒരു ഫിലോസഫിക്കൽ ആംഗിളൊക്കെ കൊണ്ടുവരുന്നത് അവിടെയാണ്. ഒരു സെക്കൻഡ് പാർട്ടിനും തേർഡ് പാർട്ടിനും ഉള്ളൊരു ചാൻസ് തുറന്നു വെക്കുന്ന രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത്. കാരണം കഴിഞ്ഞ സിനിമകളിലെ സംഭവങ്ങളൊന്നും ആർക്കും ഓർമ്മയില്ല. എന്നാൽ അതിൽ പറഞ്ഞു വെക്കുന്ന ഏപ്പ് വേഴ്സസ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റിന്റെ ഒരു പുതിയൊരു ആംഗിൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. സോ ഓവറോൾ പറഞ്ഞാൽ സ്ലോ ആയി തുടങ്ങി നല്ല ബിൽഡപ്പ് കൊടുത്ത് സെക്കൻഡ് ഹാഫിൽ നല്ല എൻഗേജിംഗ് ആയി നിർത്തുന്ന സിനിമയാണ് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. മറ്റ് ഏപ്പ് സിനിമകളുമായിട്ട് ഒരു കമ്പാരിസൺ നടത്താൻ കഴിയില്ല, കാരണം ഇതൊരു സെപ്പറേറ്റ് കഥയും കഥാപാത്രങ്ങളും ഉള്ളൊരു സിനിമയാണ്. മൊത്തത്തിലെടുത്താൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമകളിലെ ഒരു മികച്ച എൻട്രി തന്നെയാണ് ഈ സിനിമ. ഡെഫിനറ്റ്ലി ഒരു തവണയെങ്കിലും കാണാനുള്ളതുണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് കിങ്ഡം ഓഫ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.